ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സൗദിയിലാണ്. ഞാൻ വരുന്നതിന് മുമ്പും വന്നു കഴിഞ്ഞും കുറേ വീഡിയോസ് ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സൗദിയിലേക്കുള്ള VFSൽ പോയ കാര്യങ്ങളും അതുപോലെ സിംഗിൾ എൻട്രിയെ കുറിച്ചൊക്കെ കുറേ വീഡിയോസ് ഇട്ടതിലൊക്കെ കോമൺ ആയിട്ട് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറേ ഡൗട്ടുകൾ VFSനെ കുറിച്ചും VFSൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെ ഡോക്യുമെൻ്റ് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ അപ്പം തന്നെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്കിലും വീണ്ടും വീണ്ടും ആ കമൻറ്റുകൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീഡിയോ ആട്ടോ ഇത്. അപ്പം അതിൽ നിന്നും കുറച്ച് നല്ല കമൻറ്റുകൾ തിരഞ്ഞെടുത്തിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം മെയിനായിട്ടും കൂടുതൽ ആളുകളും ചോദിച്ചൊരു കമൻ്റ് എന്ന് വെച്ചാൽ, നമ്മൾ VFSൽ പോകുമ്പം ലോഞ്ച് എടുക്കുന്നതാണോ നോർമൽ എടുക്കുന്നതാണോ നല്ലത്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നായിരുന്നു കൂടുതൽ പേരും കമൻറ്റിൽ ചോദിച്ചിരുന്നത്. അപ്പം അതിനുള്ള ഉത്തരം തന്നെ ആദ്യം പറയാം. ഞാൻ VFSൽ പോകാൻ നേരത്ത് ഏജൻസി വഴിയാണ്, ഒരു ട്രാവൽ ഏജൻസി വഴിയാണ് ഈ ഒരു VFSനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അതായത് അപ്പം അവർ നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് VFSൽ പോകുമ്പോൾ ലോഞ്ച് എടുക്കണോ നോർമൽ എടുക്കണോ എന്നുള്ള കാര്യം. അപ്പം എനിക്കും അറിയില്ല എന്താണ് ലോഞ്ച് നോർമൽ എന്ന്. അപ്പം അവർ പറഞ്ഞു, നമ്മൾ ലോഞ്ച് എടുക്കുവാണെങ്കിൽ പെർ ഹെഡ് 4000 രൂപയാണ് ലോഞ്ചിന് എക്സ്ട്രാ ആവുന്നതെന്ന്. അപ്പം ഞാനും മോനും ഉണ്ടായിരുന്നു. അപ്പം 2 പേർ കൂടെ 8000, നല്ലൊരു എക്സ്പെൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ലോഞ്ച് വേണ്ട, നോർമൽ മതിയെന്ന്. അങ്ങനെ നോർമൽ എടുത്ത് നമ്മൾ VFSൽ പോയി. അതായത് എനിക്ക് കിട്ടിയ ടൈം എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് 2:45 PM ആണ് കിട്ടിയത്. ഞാൻ നമ്മുടെ വീടും ഈ ഒരു കൊച്ചി VFSും തമ്മിൽ ഒരു 6 മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് 12 മണി ആയപ്പോഴേക്കും കൊച്ചി VFSലെത്തി. അപ്പം നമുക്ക് ഡയറക്റ്റ് നേരെ ഈ അപ്പോയിൻമെൻറ്റ് കാണിക്കുമ്പോൾ തന്നെ അകത്തേക്ക് കയറാനായിട്ട് പറ്റും. അപ്പം ഇത് കണ്ടപ്പം ഒരു ഓഫീസർ ചോദിച്ചു നമ്മളോട്, ഇപ്പം നിങ്ങളുടെ ടൈം ആയിട്ടില്ല, 2:45 ടൈം, അതുവരെ വെയിറ്റ് ചെയ്യുന്നോ അതോ ലോഞ്ച് എടുക്കുന്നോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ചോദിച്ചു, ലോഞ്ച് അവിടെ ചെന്നും നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഒരാൾക്ക് 2000 രൂപയാണെന്ന്. ഈ 4000 എന്നുള്ളത് 2000 ആയി, അതായത് 2 പേർ കൂടെ 4000 രൂപ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കയറി പോകാമെന്ന് അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും ലോഞ്ച് എടുത്ത് അകത്തേക്ക് കയറി. ഇനിയാണ് അവിടുത്തെ ഫെസിലിറ്റീസ് പറയുന്നത്, ആ ലോഞ്ച് എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ്. അപ്പം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ക്യൂവോ കാര്യങ്ങളോ ഒന്നും നിൽക്കേണ്ട. അതേ സമയം ഞാൻ നോർമലായിരുന്നു എടുത്തിരുന്നത്, 2:45 എടുത്തിരുന്നെങ്കിൽ എനിക്ക് ആ 2:45 ക്യൂവിൽ നിന്ന് അതേ ടൈം തന്നെ പലർക്കും കിട്ടും. ആ ഒരു ക്യൂവിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു 1 അവറെങ്കിലും എടുക്കുമെന്നാണ് അവിടെ നിന്ന് ഓഫീസർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ലോഞ്ച് എടുത്ത് ഞാൻ അപ്പോഴേ അങ്ങ് അകത്തേക്ക് കയറി, 12 മണിക്ക് തന്നെ കയറി. അപ്പം അവിടുന്ന് തന്നെ നമുക്ക് എല്ലാം നമ്മുടെ കഴിഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ കളക്ട് ചെയ്യും, നമുക്കൊന്നും അറിയണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ഫെസിലിറ്റി എന്ന് വെച്ചാൽ, നമ്മളൊരു വെയിറ്റിംഗ് ആയിട്ടൊരു ഏരിയയിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് ഡ്രിങ്ക്സും കോഫിയും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അതാണ് ഫസ്റ്റ് ഫെസിലിറ്റി. ഇത് നോർമലിനില്ല. നമുക്ക് സ്നാക്സ് ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ ഡ്രിങ്ക്സ്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ നേരെ ആ ഒരു ഫിംഗറിൻ്റെ സെക്ഷനിലേക്ക് വിളിക്കുകയാണ്, VFS ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. ഏകദേശം എനിക്ക് മോനോട് ഒരു അരമണിക്കൂറേ എടുത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ അവിടെ ചോദിച്ചു, ഞാൻ ലോഞ്ച് എടുത്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് പാസ്പോർട്ട് വിസ അടിച്ച് കിട്ടുമോ എന്നുള്ള കാര്യം. ഇതേ ഡൗട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു ഇല്ല, നോർമലുകാർക്കും ലോഞ്ചുകാർക്കും അന്ന് വന്നിട്ടുള്ള എല്ലാവരുടെയും കൊറിയർ ഒന്നിച്ചാണ് പോകുന്നത്. ആകെയുള്ളൊരു ഫെസിലിറ്റി എന്ന് വെച്ചാൽ ഈ ലോഞ്ചിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നുള്ളത് പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം എന്നുള്ളതാണ്, നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. എന്നെ സംബന്ധിച്ച് ഞാൻ അവിടുന്ന് വീണ്ടും 6 മണിക്കൂർ യാത്ര ചെയ്തു, മോനെയും കൊണ്ടൊക്കെയാണ് പോയത്. അപ്പോൾ എനിക്ക് ലോഞ്ച് എടുക്കുന്നതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇപ്പം നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, നമുക്ക് വണ്ടിയിൽ പോയി അടുത്താണ് വീട് എങ്കിൽ ഞാൻ എന്തായാലും പറയുന്നത് നോർമൽ എടുക്കാനാണ്. ഇത്രയും ചാർജ് എക്സ്ട്രാ നമ്മൾ അടയ്ക്കുമല്ലേ. അപ്പം ഓരോരുത്തരുടെയും സാഹചര്യമാണ് ലോഞ്ച് വേണോ നോർമൽ വേണോ എന്ന്. ബാക്കി ഒന്നിലും വ്യത്യാസമില്ല. ഈ ഒരു പെട്ടെന്ന് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രൊസീജിയർ ചെയ്ത് വെളിയിലേക്ക് പോകാം. ഇതാണ് ലോഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് കുറേ പേര് ചോദിച്ചിരിക്കുന്ന ഡൗട്ട് എന്ന് വെച്ചാൽ, VFSൽ പോകുമ്പം എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പം അതിനുള്ള ഉത്തരവാട്ടോ ഈ പറയുന്നത്. നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ VFS അപ്പോയിൻമെൻറ്റ് പേപ്പർ കൊണ്ടുപോകണം. പിന്നീട് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള വിസ കൊണ്ടുപോകണം. പിന്നെ പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ടുപോകണം. അതും 6 മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. മുൻപ് ഏതെങ്കിലും പാസ്പോർട്ട് എടുത്ത്, അതായത് എക്സ്പയർ ആയിട്ട് പുതിയ പാസ്പോർട്ട് ആണെങ്കിൽ ആ ഒരു പഴയ പാസ്പോർട്ടും രണ്ടും കയ്യിൽ കരുതണം. പിന്നീട് ഇതിൻ്റെ അകത്ത് 2-3 പേജെങ്കിലും ബ്ലാങ്ക് ആയിട്ട് കിടക്കണം. അത് കഴിഞ്ഞ് പിന്നെ
ഫോട്ടോ ആണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മുടെ ഈ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ലാസ്റ്റ് പേജും ഫോട്ടോ കോപ്പി എടുത്തിരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ 2x2 ഇഞ്ച് സൈസ് ഫോട്ടോ ആണ് കൊണ്ടുപോകേണ്ടത്. അതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പുതിയ ഫോട്ടോ വേണം കയ്യിൽ കരുതാനായിട്ട്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി കൈ കരുതണം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് അവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വാങ്ങിയത്. രണ്ടും കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ആരാണോ കൊണ്ടുപോകുന്നത് അവരുടെ ഈ സ്പോൺസർ ചെയ്യുന്നത്, അതായത് എന്നെ ഹസ്ബൻഡാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഇക്കാമയുടെ കോപ്പിയും പിന്നെ ഹസ്ബൻഡിൻ്റെ തന്നെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ലാസ്റ്റ് പേജും കൊണ്ടുപോകണം. മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാട്ടോ. മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മൾ ക്യാഷ് അവിടെ അടയ്ക്കാനുള്ള ക്യാഷ് കൈ കരുതണം. അപ്പോൾ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കുറേ പേര് ചോദിച്ചു നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ അതോ ക്യാഷായിട്ട് കൈ കരുതണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 2 ചോയ്സും അവിടെ ഉണ്ട്. ഗൂഗിൾ പേ ഉണ്ട്, പിന്നെ ക്യാഷായിട്ടും ഉണ്ട്. പിന്നെ ഞാൻ കയ്യിലാണ് ക്യാഷ് കരുതിയത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പോയ സമയത്ത് നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ കാരണം അവർക്ക് പുറത്ത് നിന്ന് ആളോട് പറഞ്ഞ് പൈസ എടുത്ത് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ കയ്യിലാണ് കൊണ്ടുപോകുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മൾ VFSൽ പോകുമ്പം കരുതേണ്ട കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു പെട്ടെന്ന് എത്ര ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയെന്നുള്ള കാര്യം. എൻ്റെ വിസ എൻ്റെ കയ്യിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത് 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടി കേട്ടോ. എനിക്ക് ബ്ലൂ ഡാർട്ട് വഴിയാണ് ഞാൻ അയച്ചു കൊടുത്ത് ഞാൻ കൊല്ലത്ത് പോയി കളക്ട് ചെയ്യുമായിരുന്നു. അതും ചിലപ്പം 1-2-3 ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എനിക്ക് 5 ദിവസം ആയപ്പോഴേക്കും കിട്ടി. 2 ദിവസം ആയപ്പം എനിക്കാണെങ്കിൽ അറിയാൻ പറ്റി, മെയിലിൽ വന്നിട്ടുണ്ടായിരുന്നു വിസ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. എത്ര ദിവസത്തേക്കാണെന്നുള്ള കാര്യമൊക്കെ 2 ദിവസം ആയപ്പോഴേ അറിയാൻ കഴിഞ്ഞു. ഇത്രയൊക്കെയാട്ടോ മെയിനായിട്ടും കൂടുതൽ കമൻറ്റുകൾ ചോദിച്ചിരുന്നത്. അപ്പം ഇതിനൊക്കെയുള്ള ഉത്തരവായിട്ടുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ തന്നെ ചോദിക്കുക കേട്ടോ, വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ. പിന്നെ ഞാൻ കുറേ സിംഗിൾ എൻട്രി ആയിരുന്നു എനിക്ക് അടിച്ച് കിട്ടിയത്. അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.